ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചലനം പാർട്ട് 1. ഓക്കെ, ചലനം എന്ന് പറഞ്ഞാൽ മോഷനാണ്. മോഷൻ സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം, മോഷൻ. ചലനവുമായി ബന്ധപ്പെട്ട ബലം യാന്ത്രിക ബലം, മെക്കാനിക്കൽ ഫോഴ്സ് ആണ്. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ പ്രതിപാദിക്കാൻ അടിസ്ഥാനമാക്കി എടുക്കുന്ന വസ്തു അവലംബകം, റെഫറൻസ് ബോഡി. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ്. ചലനാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. വിവിധ തരം ചലനങ്ങളാണുള്ളത്. ഒന്ന് നേർരേഖാ ചലനം, ലീനിയർ മോഷൻ എന്ന് പറയും. നേർരേഖയിൽ വസ്തുവിന്റെ ചലനം, ഉദാഹരണം ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം. രണ്ടാമത് വക്രരേഖാ ചലനം, വക്രരേഖയിലുള്ള വസ്തുവിന്റെ ചലനമാണ് വക്രരേഖാ ചലനം, ഉദാഹരണം ദൂരത്തേക്ക് എറിയുന്ന കല്ലിന്റെ പതനം. 3 വറുത്തുള്ള ചലനം, വൃത്താകാരമായ പാതയിലൂടെയുള്ള വസ്തുവിന്റെ ചലനമാണ് വറുത്തുള്ള ചലനം. ഗൂർണന ചലനം എന്നും അറിയപ്പെടുന്നു. ഗൂർണന ചലനം, ഉദാഹരണം മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം, വറുത്തുള്ള ചലനം. നാലാമത്തത് ക്രമാവർത്തന ചലനം, പീരിയോഡിക് മോഷൻ, നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനം. അതായത് ഉദാഹരണം ഭൂമിയുടെ ഭ്രമണം, ക്ലോക്ക് പെൻഡുലത്തിന്റെ ചലനം. ഓക്കെ, ക്രമാവർത്തന ചലനം എന്ന് പറഞ്ഞാല് നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനം, ഉദാഹരണം ഭൂമിയുടെ ഭ്രമണം, ക്ലോക്ക് പെൻഡുലത്തിന്റെ ചലനം. ഓക്കെ, അഞ്ചാമത്തെ ഭ്രമണമാണ്, റൊട്ടേഷൻ. ഭ്രമണം, റൊട്ടേഷൻ വസ്തുവിന് ഉള്ളിൽ തന്നെ ആണെങ്കിൽ അത്തരം ചലനങ്ങളെ ഭ്രമണം എന്ന് പറയുന്നു. ഉദാഹരണം ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗം 1670 km/h ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗം 1670 km/h ആണ്. ആറാമത്തത് പരിക്രമണമാണ്, റെവല്യൂഷൻ. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം, വസ്തുവിന് പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം. ഉദാഹരണം കറങ്ങുന്ന ഫാനിന്റെ ദളങ്ങളുടെ ചലനം, സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഭൂമിയുടെ ചലനം. ഓക്കെ, ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോൺ ചലനം ഏതാണ്? പരിക്രമണവും ഭ്രമണവുമാണ്, റെവല്യൂഷനും റൊട്ടേഷനുമാണ്. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോൺ ചലനം, പരിക്രമണം, അതുപോലെ ഭ്രമണം. പരസ്പര പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ട്രൈബോളജി. പരസ്പര പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ട്രൈബോളജി. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻ ആണ്. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഹൈജൻ. ദോലനം, ഓസിലേഷൻ ആണ്. ദോലനം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുൻപോട്ടും പിൻപോട്ടും ഉള്ള ചലനമാണ് ഓസിലേഷൻ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുൻപോട്ടും പിൻപോട്ടും ഉള്ള ചലനമാണ് ഓസിലേഷൻ. ഉദാഹരണം ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാൽ, തൂക്കിയിട്ട തൂക്കുവിളക്ക്, വാഹനത്തിന്റെ വൈപ്പർ, ആട്ടുകട്ടിൽ. ദ്രുതഗതിയിലുള്ള ദോലനം, കമ്പനം ഓർ വൈബ്രേഷൻ എന്നറിയപ്പെടുന്നു. ദ്രുതഗതിയിലുള്ള ദോലനം അറിയപ്പെടുന്നത് കമ്പനം ഓർ വൈബ്രേഷൻ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.